Good morning. നമ്മള് ക്വാളിറ്റി മാനേജ്മെന്റിലെ ഫോർമുലാസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ. അതിൽ എത്രണ്ണത്തി 28 28 നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലേ. ഇനി ഒരു 4 കൂടെ ഉള്ളൂ. പെട്ടെന്ന് നോക്കാം കേട്ടോ നമുക്കത്. ഓക്കെ, 29 ആണ്. 29 പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. 28 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതല്ലേ. 28 വരെ കംപ്ലീറ്റ് ആക്കിയില്ലേ. പേഷ്യന്റ് ഫോൾ റേറ്റ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. Then a near miss is an unplanned event that did not end in an injury, illness or damage but had the power to do so. നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ, ജസ്റ്റ് മിസ്സായി എന്ന് പറയും. എന്താ അത് ഒരു വലിയൊരു അപകടത്തിൽ നിന്ന്, നമ്മളെ ഒരു ഇഞ്ചുറിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പരിക്കുകളിൽ, ഒരു ഇൽനെസ് രോഗത്തിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഡാമേജ് ആവുന്ന അങ്ങനെയുള്ള എന്തെങ്കിലും ആസൂത്രിതമല്ലാത്ത അൺപ്ലാൻഡ് ഇവന്റ് ആണ് അല്ലെ. നമ്മള് മനഃപൂർവ്വം അല്ലെങ്കിൽ നമ്മൾ ആസൂത്രണം ചെയ്യുന്ന ഒരു കാര്യമല്ല. നമുക്ക് മനഃപൂർവ്വം അല്ലാതെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു സംഭവത്തിൽ നിന്ന് നമ്മള് എന്താ പറയാ, ജസ്റ്റ് അതിൽ നിന്ന് നമ്മൾ എന്താ പറയാ ഒരു സ്കിപ്പ് ആവുന്നു അല്ലെ. അല്ലെങ്കിൽ നമുക്കത് എങ്ങനെ ഒരു അത് ആ ഒരു സംഭവം സംഭവിക്കുകയാണെങ്കിൽ എന്തുണ്ട്, ഒരു പരിക്കുകൾക്കോ എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾക്കോ ഒക്കെ കാരണമാകാൻ ഒരു ശക്തിയുള്ള ഒരു സംഭവമാണ്. അപ്പൊ എന്താ പറയാ അങ്ങനെയുള്ള ഒരു എന്താ പറയാ ഒരു ഇവന്റ്, അതാണ് നിയർ മിസ് എന്ന് പറയുന്നത്. നമ്മൾ പറയാറുണ്ട് അല്ലെ, ജസ്റ്റ് മിസ്സോ എന്ന് പറയും. അതിന് ഒരു നമുക്കൊരു ദോഷം ഉണ്ടാകാൻ, നമുക്ക് ഒരു പേഷ്യന്റിന് ദോഷം വരുത്താൻ കാരണമാകുന്ന ഒരു സംഭവമാണ്. അതിനുള്ള ശക്തിയുണ്ട്. പക്ഷെ എന്താ പറയാ അങ്ങനെയുള്ള ഒരു അപകടത്തിലേക്ക് അത് നയിക്കുന്നില്ല. ഇതാണ് ഇറസ് ദാറ്റ് ഡിഡ് നോട്ട് റിസൾട്ട് ഇൻ പേഷ്യന്റ് ഹാം. ഒരു എന്താ പറയാ പേഷ്യൻസിന് ദോഷമാകുന്ന ഒരു കാര്യമാണ്, ദോഷം ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ്. പക്ഷെ എന്താ പറയാ ആ ഒരു സംഭവത്തിലേക്ക് നയിക്കുന്നില്ല. ബട്ട് could have can be classified as a near miss. അതിനെയാണ് നമ്മൾ നിയർ മിസ്സസ് എന്ന് പറയുന്നത്. അതായത് എന്താ പറഞ്ഞേക്കുന്നേ, ഒരു പേഷ്യന്റിന് ദോഷമാകാൻ കാരണമായിട്ടുള്ള ഒരു ഒരു അൺപ്ലാൻഡ് ഇവന്റ് ആണ് കേട്ടോ. ആസൂത്രിതമല്ലാത്ത ഒരു സംഭവമാണ്, പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് പേഷ്യന്റിന് ദോഷമാകാം, പക്ഷെ ആ ഒരു സംഭവത്തിലേക്ക് നയിക്കുന്നില്ല എന്ന് പറഞ്ഞ്, ഒരു ഇഞ്ചുറിയിലേക്കോ അല്ലെങ്കിൽ ഒരു ഡാമേജിലേക്കോ നയിക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ മിസ്സാവെന്ന് പറയില്ലേ, അതാണ് അതിന്റെ ഫോർമുല. നോക്കിയേ, നമ്പർ ഓഫ് നിയർ മിസ്സസ് റിപ്പോർട്ടഡ്. അവിടെ നിയർ മിസ്സസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നിയർ മിസ്സുകള് മിസ് ആയിട്ടുള്ള ആ സംഭവങ്ങള്, അതിന്റെ എണ്ണത്തെ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് ഇൻസിഡൻസ് റിപ്പോർട്ടഡ് ഇൻറ്റു 100. അവിടെ ഇൻറ്റു ഇല്ല, ജസ്റ്റ് ഒന്ന് ഇൻറ്റു ഇട്ടേക്ക കേട്ടോ. നമ്പർ ഓഫ് ഇൻസിഡൻസ് റിപ്പോർട്ടഡ് ഇൻറ്റു 100. ഓക്കെ, ഫോർമുല മാത്രം ഒന്ന് നോക്കി വെക്കാം. നെക്സ്റ്റ് 30ാമത്തെ, ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്, നമുക്ക് എന്തെങ്കിലും നീഡിൽസ് ഒക്കെ കൊള്ളുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന മുറിവുകള്, അതിന്റെ ഒരു പെർസെന്റേജ് നോക്കണം. അങ്ങനെയുള്ള ഒരു സംഭവം. നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഈസ് എ പെർഫറേറ്റിംഗ് സ്റ്റാബ് wound from a needle or other sharp object that may result in exposure to blood or other body fluids. Needle stick injury is a perforating എന്ന് പറഞ്ഞാൽ ഒരു സുഷിരം പെർഫറേറ്റിംഗ് സ്റ്റാബ് വൂണ്ട്, നമുക്കൊരു മുറിവ്, ഒരു സൂചിയൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും മൂർച്ചയുള്ള ഉപകരണങ്ങൾ നമ്മുടെ മേത്ത് തറയ്ക്കുമ്പോൾ സംഭവിക്കാവുന്ന ഒരു ഇഞ്ചുറി, ഒരു മുറിവാണ്. അത് ഇതിന്റെ റിസൾട്ട് എന്താ, ബ്ലഡോ അല്ലെങ്കിൽ അല്ലെ നമ്മുടെ കയ്യിലേക്ക് എന്തെങ്കിലും മൂർച്ചയുള്ള വസ്തുക്കൾ കൊള്ളുമ്പോൾ ബ്ലഡ് പുറത്തേക്ക് വരില്ലേ അല്ലെ. ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ പുറത്തേക്ക് വരാൻ കാരണമാകുന്ന ഒരു സംഭവമാണ്.
Needle stick injuries are wound caused by needle that accidentally puncture the skin. Needle stick injury എന്ന് പറഞ്ഞാൽ അത് wound, മുറിവാണ്. എന്തുകൊണ്ടുണ്ടാകുന്നതാണ്? എന്തുകൊണ്ടുണ്ടാകുന്ന നീഡില് മൂലം അല്ലെ, സൂചിയൊക്കെ ദേഹത്ത് കൊള്ളുമ്പോൾ മൂലം ഉണ്ടാകുന്ന ഒരു മുറിവാണ്. അത് എന്തിന് കാരണമാകുന്നു? ദാറ്റ് ആക്സിഡന്റ്ലി പഞ്ചർ ദ സ്കിൻ. സ്കിന്നിന് പഞ്ചർ ആവുന്നു അല്ലെ, അല്ലെങ്കിൽ സ്കിന്നിന് എന്തെങ്കിലും മുറിവ് പറ്റുന്നു, ആ മുറിവിൽ കൂടെ ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ പുറത്തേക്ക് വരിക ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു സംഭവമാണത്. അതിന്റെ ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് parental exposure divided by number of inpatient days into 1000. 1000 ആട്ടോ, into 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പാരന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ബൈ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ അതിന് ഇഞ്ചുറി കോസ്ഡ് ബൈ ദ ഷാർപ്പ് ഒബ്ജക്ട്സ്, എന്തെങ്കിലും മൂർച്ചയുള്ള നീഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മൂർച്ചയുള്ള ഒബ്ജക്ട്സോ കൊണ്ട് ഉണ്ടാകുന്ന ഒരു മുറിവാണ് പാരന്റൽ എക്സ്പ്ലോഷർ എന്ന് പറയുന്നത്. അങ്ങനെ ആ സൂചിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പ് മൂർച്ചയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന മുറിവുകള്, അതിന്റെ എണ്ണത്തെ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡേയ്സ്, പേഷ്യന്റ് ഡേയ്സ് കൊണ്ട് എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. ഇപ്പൊ എല്ലാ കേസുകളിലും അങ്ങനെ മുറിവ് പറ്റണമെന്നില്ലല്ലോ. മൊത്തത്തിലുള്ള ഇൻപേഷ്യന്റ് ഡേയ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 1000 ചെയ്യുക കേട്ടോ. Then next formula പഠിക്കണം. 31 നോക്കിയേ, appropriate handover during shift changes to be done separately for the doctors and nurses. ശരിക്കും നമുക്ക് ഇങ്ങനെ ഡോക്ടറോ നേഴ്സോ ഒക്കെ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? പേഷ്യൻസിന്റെ ഓരോ ഷിഫ്റ്റിലും പേഷ്യൻസിന്റെ ആ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തതില്ലേ, അത് നെക്സ്റ്റ് പേഷ്യന്റിന് നേഴ്സിന് അത് ഹാൻഡ് ഓവർ ചെയ്യണം അല്ലെ. ഇപ്പൊ ഡ്യൂട്ടി ഇപ്പൊ രാവിലെ ഡ്യൂട്ടിക്ക് കയറുന്ന നേഴ്സ് ഇപ്പൊ രാവിലെ മോർണിംഗ് 8 to 5 o'clock ആണെങ്കിൽ ഡ്യൂട്ടി ടൈമിങ്ങിൽ, അത് കഴിഞ്ഞ് ഷിഫ്റ്റ് ചെയ്ത് അടുത്ത നേഴ്സ് വരുമ്പോഴത്തേക്കും മറ്റേ നേഴ്സ് എല്ലാ കാര്യങ്ങളും റെക്കോർഡാക്കി വെക്കണ്ടേ? എന്തൊക്കെ മരുന്നുകൾ കൊടുത്തു, എന്തൊക്കെ ചെയ്തു എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ വേണം. എന്തിനാ? ആ ട്രീറ്റ്മെന്റിന്റെ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ. അങ്ങനെ ഉചിതമായ രീതിയിൽ ഓവർ കൊടുക്കാം. അതായത് ഹാൻഡ് ഓവർ, അവര് ഹാൻഡ് ഓവർ ചെയ്യും. അവർ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളും ഒക്കെ അവർ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങള് നെക്സ്റ്റ് ഷിഫ്റ്റ് മാറി വരുന്ന നേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യും അല്ലെ. എന്നാലാണ് ആ ട്രീറ്റ്മെന്റിന്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ടാണ്. എന്തൊക്കെ മരുന്നുകളാണ് ഇതിനു മുന്നേ ഉള്ളവർ ചെയ്തത്. അതുപോലെ ഡോക്ടേഴ്സ് ആണെങ്കിലും അതുപോലെ അല്ലെ. ഒരു ഡോക്ടറിൽ നിന്ന് നമ്മൾ വേറെ ഡോക്ടറിലേക്കൊക്കെ റെഫർ ചെയ്യുമ്പോഴും ഒക്കെ എന്താ പറയാ, ആ ഹിസ്റ്ററി വേണം നമുക്ക്. ഇത് പ്രീവിയസ് ഡോക്ടർ ഇതിന് എന്ത് മരുന്നാണ് കൊടുത്തത്, എന്തൊക്കെയാ ചെയ്തെന്നുള്ളതും അങ്ങനെയുള്ളതും നമ്മൾ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അല്ലെ. പെർ പേഷ്യന്റ് പെർ ഷിഫ്റ്റ് അല്ലെ, ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യണതിന്റെ അനുസരിച്ച് പ്രോപ്പർ ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യണം. ഓക്കെ, അതിന്റെ ഫോർമുല എങ്ങനെയാ? അങ്ങനെ ചെയ്യുന്നതിന്റെ റേറ്റ്, ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവർ ഡൺ അപ്രോപ്രിയേറ്റ്ലി, അനുയോജ്യമായി ഹാൻഡ് ഓവർ ചെയ്ത ആ കേസുകൾ അല്ലെ, അതിന്റെ ടോട്ടൽ നമ്പർ divided by total number of handover opportunities. ഹാൻഡ് ചെയ്യാനുള്ള അവസരങ്ങളുടെ ടോട്ടൽ നമ്പർ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ആ ഫോർമുല ഒന്ന് നോട്ട് ചെയ്തോട്ടോ. ഉചിതമായ രീതിയിൽ ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള നമ്പറുകൾ, ഉചിതമായ രീതിയിൽ ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള നമ്പറുകളെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവർ ഓപ്പർച്യൂണിറ്റീസ് ഇൻറ്റു 100. അവിടെ ഹാൻഡ് ഓവർ ചെയ്യാനുള്ള അവസരങ്ങളുടെ എണ്ണം അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഇനി നെക്സ്റ്റ് നോക്കിയേ 32, complaints rate to medication prescription in capitals. Complaint rate to medication prescription in capital. ശരിക്കും ഈ മെഡിസിൻസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യൂലേ, ഇപ്പൊ ഡോക്ടറൊക്കെയാണെങ്കിൽ നമുക്ക് മരുന്നുകൾ എഴുതി തരൂലേ, അത് ശരിക്കും ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതണം എന്നാ പറയുന്നത്. ഇപ്പൊ എന്താ പറയാ, നമ്മള് റണ്ണിങ് ലെറ്റേഴ്സിൽ അല്ലെങ്കിൽ ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ എഴുതണം നമുക്ക് വായിക്കാൻ പറ്റുമോ അല്ലെ? ഫാർമസി ആ മെഡിസിൻസ് ഒക്കെ പഠിച്ച ആളുകൾക്ക് മാത്രമേ അത് വായിച്ച് ഏത് മരുന്നാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ.
ഇല്ലേ? ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ നമുക്കത് എന്താ പറയാ, അത് കറക്റ്റ് ആയിട്ട് അറിയുന്നവർക്ക് മാത്രം അത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും എന്താ പറയാ, ഈ നമ്മുടെ ഹോസ്പിറ്റലിന്റെ റൂൾ അനുസരിച്ച് ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ ചെയ്യുമ്പോഴും മരുന്നുകൾ പ്രിസ്ക്രിപ്ഷൻ ചെയ്യുമ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതണമെന്ന് തന്നെയാ പറയുന്നത്. അപ്പൊ അങ്ങനെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നത് അല്ലെങ്കിൽ അത് പാലിക്കുന്നതിന്റെ പെർസെന്റേജ് ആണ്. ഓക്കെ, ഫോർമുല ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ പ്രിസ്ക്രിപ്ഷൻ ചെയ്തിട്ടുള്ള പ്രിസ്ക്രിപ്ഷന്റെ ആകെ എണ്ണത്തെ എന്ത് ചെയ്യണം, ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻസ് ഇൻടു 100. അവിടെ മൊത്തം പ്രിസ്ക്രിപ്ഷൻ ചെയ്തിട്ടുള്ള മൊത്തം എണ്ണം, ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ ക്യാപിറ്റൽ ലെറ്ററിലും സ്മോൾ ലെറ്ററിലും ഒക്കെ മൊത്തത്തിൽ പ്രിസ്ക്രിപ്ഷൻ കൊടുത്ത ടോട്ടൽ പ്രിസ്ക്രിപ്ഷൻ അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻടു 100 ചെയ്യുക. നിങ്ങളിപ്പോ കുറെ ഡോക്ടേഴ്സിനെ കാണുന്നുണ്ട്, മരുന്നുകളൊക്കെ എഴുതി തരുന്നുണ്ട്, മക്കൾക്ക് വേണ്ടി കാണുന്നുണ്ടൊക്കെ. എത്ര ഡോക്ടേഴ്സ് ഒക്കെ ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നുണ്ട്? ശരിക്കും ഹോസ്പിറ്റലിലെ റൂൾ അനുസരിച്ച് അങ്ങനെ വേണം എന്നാണ്. ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ എഴുതണം എന്നാണ്. എന്തിനാ, ഇറർ ഒന്നും വരാതിരിക്കുക അല്ലെ? ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് എഴുതുക എന്നുള്ളത്. പല ഡോക്ടേഴ്സും എഴുതുന്നത് നമുക്ക് വായിക്കാൻ പോലും പറ്റില്ല. മൈ ഡോക്ടർ സൗമ്യയുടെ ഡോക്ടർ അങ്ങനെയാണെന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഞാനും അതെ, ഇവിടെ മക്കളെ കാണിക്കുന്ന ഡോക്ടറും അതെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെയാണ് എഴുതുന്നത് കേട്ടോ. പിന്നെ ഇതിന് മുന്നേ കണ്ടുകൊണ്ടിരുന്നതൊക്കെ അങ്ങനെയല്ല. മിക്ക ഡോക്ടേഴ്സ് ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് തന്നെ വായിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ? ഏതാ മരുന്നെന്നോ നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല. ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ, ഒരു എററോ അല്ലെങ്കിൽ വേറെ മിസ്റ്റേക്കോ കാര്യങ്ങളോ വരില്ല. അതാണ് ശരിക്കും അങ്ങനെ തന്നെ വേണമെന്നാണ് ഹോസ്പിറ്റലിലെ ഒരു റൂള് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ നോക്കിയതില് 28ഉം 31ഉം 32 ജൂനിയർ ഡോക്ടേഴ്സ് എഴുതുന്നത് കണ്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെ തന്നെ വേണം എന്നാണ് പറയുന്നത്. അപ്പൊ അത് നോക്കും. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലില് എത്ര ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഈ ക്യാപിറ്റൽ ലെറ്ററിൽ പ്രിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നതിന്റെ ആ റേറ്റ് നോക്കും. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് ശരിക്കും ആ റൂൾ അനുസരിച്ച് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ഫുള്ളായിട്ട് പാലിക്കുന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ എന്താണ് അവരെല്ലാ മാനദണ്ഡങ്ങളും കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതാണ് അല്ലെ? അപ്പൊ അതിനനുസരിച്ച് ആ നാബിന് അല്ലെങ്കിൽ JCIക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അക്രഡിറ്റേഷൻ കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ ഫോർമുലാസ് ഒക്കെ നമ്മൾ എന്തിനാ പഠിച്ചത്? ഈ ഫോർമുലാസ് ഹോസ്പിറ്റലില് നമ്മൾ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിന്റെ പെർസെന്റേജ് നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങള് ആ ഹോസ്പിറ്റല് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഈ നാബ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയുള്ള കുറച്ച് മാനദണ്ഡങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ 31ഉം 32ഉം ഇന്ന് നമ്മൾ എടുത്തതില് 31ഉം 32ഉം പഠിക്കണം കേട്ടോ. അപ്പോ ഫോർമുലാസ് അങ്ങനെ കഴിഞ്ഞു. ഓക്കെ, പറഞ്ഞ ഫോർമുലാസ് മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. 28 ആ പേജിൽ 28 ഉണ്ട്. അത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം എടുത്തതല്ലേ 28. ഇന്ന് എടുത്താലും കേട്ടോ ഞാൻ പറഞ്ഞത് 31ഉം 32ഉം പിന്നെ നേരത്തെ നമ്മൾ എടുത്താലും 28. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ലാസ്റ്റ് ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. ഇനി ആദ്യം മുതൽ പറയണോ, ആ നമ്പർ നോട്ട് ചെയ്യണോ? എല്ലാവരും നോട്ട് ചെയ്തെടുത്തല്ലേ? ഏതൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, പിന്നെ നോക്കിയേ, ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് കേട്ടോ. ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. ക്വാളിറ്റി മാനേജറിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ജസ്റ്റ് പോയിന്റ്സുകൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇതൊന്നും അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. ഈ ഒരു ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ ഫോർമുലാസ് ഒക്കെ തന്നെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. എങ്കിലും ഒന്ന് അഥവാ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ചോദിച്ചതെന്ന് പറയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കി വെക്കാന്ന് മാത്രം. ഓക്കെ, ജോബ് ഡിസ്ക്രിപ്ഷൻ or responsibility of hospital quality manager. The quality manager in hospital should support the quality assurance program cell at the hospital. Okay, അപ്പൊ ഈ ഹോസ്പിറ്റലിലെ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാംസ്, ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന, അഷുറൻസ് എന്ന് പറഞ്ഞാൽ ഉറപ്പുവരുത്തുന്ന, ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന പ്രോഗ്രാമുകള് അതിനെ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള പ്രോഗ്രാംസുകള് സപ്പോർട്ട് ചെയ്യണം. ഉണ്ടോ? അതാണ് ഒന്നാമത്തെ പറഞ്ഞേക്കെ. ക്വാളിറ്റി മാനേജർ ഇൻ ഹോസ്പിറ്റൽ ഷുഡ് സപ്പോർട്ട്, എന്തിന് പിന്തുണ നൽകണം? ദ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെൽ അറ്റ് ദ ഹോസ്പിറ്റൽ ആൻഡ് ബി അക്കൗണ്ടബിൾ. അത് കൂടാതെ അദ്ദേഹത്തിനുള്ള ഒരു ഉത്തരവാദിത്തം
അക്കൗണ്ടബിൾ എന്ന് വെച്ചാൽ ഉത്തരവാദിത്തമുണ്ട്. എന്തിന്? ഫോർ ഡിസൈനിങ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ്. ഡിസൈനിങ് എന്ന് വെച്ചാൽ രൂപകൽപ്പന ചെയ്യുക. then establishing സ്ഥാപിക്കുക. സ്ഥാപിക്കുന്നതിനും രൂപകൽപ്പന ചെയ്യുന്നതിനും ഉത്തരവാദിത്വമുണ്ട്. എന്താണ്? ക്വാളിറ്റി പ്രൊസീജിയർ, സ്റ്റാൻഡേർഡ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻ. ഹോസ്പിറ്റലിലെ നിർദ്ദേശങ്ങള്, മാനദണ്ഡങ്ങള്, ക്വാളിറ്റി ഗുണമേന്മയുള്ള നടപടിക്രമങ്ങള്, ഇതൊക്കെ രൂപകൽപ്പന ചെയ്യുന്നതിനും സ്ഥാപിക്കുന്നതിനും ഈ ക്വാളിറ്റി മാനേജറിന് ഉത്തരവാദിത്തമുണ്ട്. രണ്ട് കാര്യങ്ങളാ പറഞ്ഞേക്കുന്നത് അതിനകത്ത്. സപ്പോർട്ട് ദ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം, അല്ലെ? ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാംസ് അതിനെ സപ്പോർട്ട് ചെയ്യുക. രണ്ടാമത്തെ എന്താണ്? ക്വാളിറ്റി പ്രൊസീജിയർ, ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡുകൾ, സ്പെസിഫിക്കേഷൻ, നിർദ്ദേശങ്ങള്, ഇതെല്ലാം രൂപകൽപ്പന ചെയ്യുന്നതിനും സ്ഥാപിക്കുന്നതിനും ക്വാളിറ്റി മാനേജറിന് ഉത്തരവാദിത്തമുണ്ട്. ഇനി ഇതുകൂടാതെ കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്ത് കുറച്ചും കൂടി പറയുന്നുണ്ട് കേട്ടോ അവിടെ. കീ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞുണ്ട്. പ്രധാനപ്പെട്ട ജോബ് റെസ്പോൺസിബിലിറ്റീസ് അവിടെ 1, 2, 3 നമ്പർ ഉണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. നോക്കിയേ, ഒരു കുഞ്ഞു സെന്റൻസ് കൂടി ഉണ്ട് അതില്. ഹി ഓർ ഷീ മസ്റ്റ് എൻകറേജ്. എൻകറേജ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? പ്രോത്സാഹിപ്പിക്കുക. പ്രോത്സാഹിപ്പിക്കുക. He or she must encourage quality improvement in all the process and procedure of the hospital and share reports. അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവൾക്ക് എന്തിനുള്ള ഇതുണ്ട്? എന്ത് കൊടുക്കണം? Encourage the quality improvement in the process and the procedure of the hospital. ഹോസ്പിറ്റലിലെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന, ഗുണമേന്മ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രൊസീജിയർ, നടപടിക്രമങ്ങള്, പ്രോസസ്സ്, ഇതിനെല്ലാം പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്താണ്? ഹി ഓർ ഷീ മസ്റ്റ് എൻകറേജ്. എന്തിനാണ് എൻകറേജ് ചെയ്യേണ്ടത്? പ്രോത്സാഹിപ്പിക്കേണ്ടത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇൻ ഓൾ ദ പ്രോസസ് ആൻഡ് പ്രൊസീജിയർ. അപ്പൊ അവിടെ നടക്കുന്ന എല്ലാ പ്രോസസ്, പ്രൊസീജിയറിലും ക്വാളിറ്റി, ഗുണമേന്മ വർദ്ധിപ്പിക്കാനുള്ള ആ ഒരു പ്രോത്സാഹനം, അല്ലെ? അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ആൻഡ് ദ ഷെയർ ദ റിപ്പോർട്ട്സ്. റിപ്പോർട്ടുകൾ ഷെയർ ചെയ്യാനും പ്രോത്സാഹിപ്പിക്കുന്നു. ക്ലിയർ ആയോ? 3 പോയിന്റ്, കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് അവിടെ പറഞ്ഞേക്കണം കേട്ടോ. ഇനി അടുത്തത് കീ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഇത് കൂടാതെ പ്രധാനപ്പെട്ട ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? എൻഷുറിങ്. എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഉറപ്പുവരുത്തുക. ഉറപ്പുവരുത്തുക. എൻഷുറിങ്. എൻഷുറിങ് ഗുഡ് ക്വാളിറ്റി non-clinical services such as infection prevention, security, diet തുടങ്ങിയ നോൺ ക്ലിനിക്കൽ സർവീസുകൾ. ക്ലിനിക്കൽ സേവനങ്ങൾ മാത്രമല്ലല്ലോ ഹോസ്പിറ്റലില്, അല്ലെ? നോൺ ക്ലിനിക്കൽ സർവീസ് ഉണ്ട്, അല്ലെ? ക്ലിനിക്കൽ ചികിത്സാപരമല്ലാത്ത ഡയറ്റ്, നമുക്ക് എന്താ പറയാ, അങ്ങനെയുള്ള ഇപ്പൊ നമ്മൾ പഠിച്ചു ഇതിനകത്ത് തന്നെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് തന്നെ പറഞ്ഞില്ലേ, സപ്പോർട്ട് സർവീസുകൾ, അല്ലെ? നോൺ ക്ലിനിക്കൽ അല്ലാത്ത ഹൗസ് കീപ്പിംഗ്, ലോണ്ടറി ആൻഡ് ലിനൻ, ഇങ്ങനെയുള്ള സംഭവങ്ങള്, ഇങ്ങനെയുള്ള നോൺ ക്ലിനിക്കൽ സർവീസുകള്. ഇവിടെ തന്നേക്കുന്ന ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, സെക്യൂരിറ്റി, ഡയറ്റ് തുടങ്ങിയ നോൺ ക്ലിനിക്കൽ സർവീസുകൾക്ക് നല്ല ക്വാളിറ്റി ഉറപ്പുവരുത്തുക, എൻഷുർ ചെയ്യുക. തുടങ്ങിയ നല്ല ക്വാളിറ്റി ഉള്ള നോൺ ക്ലിനിക്കൽ സർവീസുകൾ ഉറപ്പുവരുത്തുക. എൻഷുറിങ് ഗുഡ് ക്വാളിറ്റി നോൺ ക്ലിനിക്കൽ സർവീസസ്. അത്രയും മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാണ്. സച്ചാസ് എന്നുള്ളതൊന്നും വേണമെന്നില്ല. ഇതിന്റെ നോൺ ക്ലിനിക്കൽ സർവീസിന്റെ നല്ല ക്വാളിറ്റി ഉറപ്പുവരുത്തുക. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ നോക്കിയേ, എൻഷുറിങ് ക്ലീൻ സറൗണ്ടിങ്സ്. കണ്ടോ? നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള, അല്ലെ, വൃത്തിയുള്ള ഒരു ചുറ്റുപാട് ഉറപ്പുവരുത്തുക, അല്ലെ? നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അതിനെന്ത് വേണം? നമുക്ക് നല്ലൊരു ക്വാളിറ്റിക്ക് ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിന് നമ്മുടെ ചുറ്റുപാടുകളും നല്ല നീറ്റ് ആയിരിക്കണം, അല്ലെ? ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാരും നല്ല നീറ്റ് ആയിരിക്കണം. ഇവിടെ നോക്കിയേ, ഇവിടെ ക്ലീൻ സറൗണ്ടിങ്സ് എവിടേക്കാ പറയുന്നേ? OPD ഏരിയ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയ, വാർഡുകള്, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് പേഷ്യന്റ് അമ്യൂണിറ്റീസ്. അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റികളാട്ടോ, സൗകര്യങ്ങള്.
ആൻഡ് ഔട്ട്സോഴ്സ്ഡ് സർവീസസ്. ഔട്ട്സോഴ്സ്ഡ് സർവീസ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പുറമേ കൊടുത്ത് ചെയ്യുന്ന കാര്യങ്ങളില്ലേ, ഇപ്പൊ നമ്മളെ ലോൺട്രി അങ്ങനെയൊക്കെ നമ്മൾ പുറത്ത് കൊടുത്തിട്ട്, നിങ്ങൾക്ക് അത് അടുത്ത നെക്സ്റ്റ് പഠിക്കാനുള്ള ചാപ്റ്റർ കേട്ടോ. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ലോണ്ടറി ആൻഡ് ലൈൻ എന്ന് പറയുന്നത്, എളുപ്പമുള്ള ചാപ്റ്റർ. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലെ എല്ലാ സംഭവങ്ങളും ഹോസ്പിറ്റലിൽ തന്നെ തുണിത്തരങ്ങളൊന്നും വൃത്തിയാക്കുന്നില്ല, നമുക്ക് പുറത്ത് കൊടുത്ത് അല്ലെ, കുറഞ്ഞ റേറ്റിന് നമുക്ക് ഹോസ്പിറ്റലിന് പുറത്ത് കൊടുത്തും എന്താ അതൊക്കെ വൃത്തിയാക്കുകയൊക്കെ ചെയ്യാം. അതാണ് ഔട്ട്സോഴ്സ്ഡ്, നമ്മൾ പുറമേ കൊടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളത് പേഷ്യന്റ് ഫെസിലിറ്റികള്, ഓപ്പറേഷൻ റൂം, ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, വാർഡ്, OPD ഏരിയ, ഇങ്ങനെയുള്ള ഏരിയകളൊക്കെ എന്താക്കണം? അവിടെ നല്ല ക്ലീൻ ആക്കണം അല്ലെ. അങ്ങനെയുള്ള ഒരു നല്ലൊരു ചുറ്റുപാട് ഉറപ്പുവരുത്തുക, എൻഷുർ ചെയ്യുക. സെക്കൻഡ് പോയിന്റ് ക്ലിയർ അല്ലേ? ഓക്കെ. മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ. Periodical evaluation of hospital on quality checklist and reach at the score for the facility. Okay, periodical evaluation, ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേഷൻ ചെയ്യണം അല്ലെ, മൂല്യനിർണ്ണയം നടത്തണം, എല്ലാവരും കറക്റ്റ് അല്ലേ എന്നൊക്കെ എന്ത് ചെയ്യണം? ക്വാളിറ്റി മാനേജർ പരിശോധിക്കണം. പീരിയോഡിക്കൽ ഇവാലുവേഷൻ ഓൺ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ്. ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ്, ആ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഉള്ള ഇതാട്ടോ. അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഉള്ള ആ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ് ഉള്ള ഒരു ബുക്ക് അല്ലെങ്കിൽ റെഡ് ബോർഡ് ആണ് ചെക്ക് ലിസ്റ്റ്, ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ അത് വെച്ചത് കൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് പീരിയോഡിക്കൽ ആയിട്ട് നമുക്ക് ഇവാലുവേഷൻ ചെയ്യുക. ആൻഡ് റീച്ച് അറ്റ് ദ സ്കോർ ഫോർ ദ ഫെസിലിറ്റി. ആ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ ആ സ്കോറിലേക്ക് എത്തിക്കുക. ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ, നമ്മളിപ്പോ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന നാമ്പ് കുറെ സ്റ്റാൻഡേർഡ് പറഞ്ഞു, അതിന് ഓരോന്നിനും ഓരോ സ്കോർ കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അത് നമ്മൾ ആ സ്കോർ നോക്കുമ്പോൾ ഇത്ര സ്കോറിലേക്ക് എത്തിയാൽ മാത്രമാണ് എന്ത് കിട്ടുള്ളൂ? അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക? ആ സ്കോറിലേക്ക് എത്തിച്ചേർക്കുക. ആ ഒരു ഹോസ്പിറ്റലിനെ അല്ലെങ്കിൽ ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റീനെ എന്ത് ചെയ്യുക? ആ എന്താ നല്ല ക്വാളിറ്റി ഇവാലുവേറ്റ്, ക്വാളിറ്റി ചെക്ക് ലിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? ഹോസ്പിറ്റലില് ഈ ക്വാളിറ്റി എന്താ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് പീരിയോഡിക്കൽ ഇവാലുവേഷൻ നടത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഒരു സ്കോറിലേക്ക് എത്തിക്കുക. അക്രഡിറ്റേഷൻ ഒക്കെ കിട്ടാനുള്ള ഒരു സ്കോറിലേക്ക് എത്തിക്കുക. മൂന്നാമത്തെ പോയിന്റ് കേട്ടോ. Periodical evaluation of the hospital on quality checklist and reach at the score for the facility. Then, അടുത്ത നോക്കിയേ, identification of gaps or gap analysis. Develop action plan under the supervision of in charge of the hospital and monitor complaints. ഈ ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോസ്പിറ്റലിന്റെ നിയമങ്ങൾക്കും അതുപോലെ അവിടുത്തെ നയങ്ങൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിന്റെ പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഗുണനിലവാരത്തിന്റെ അഭാവം എവിടെയാണ്, നമുക്ക് എന്താ പറയാ ക്വാളിറ്റി കുറവുള്ള ഏരിയ അല്ലെ, അല്ലെങ്കിൽ ആ ഒരു നല്ലൊരു ക്വാളിറ്റിയുടെ അഭാവം എവിടെയൊക്കെയാണെന്ന് ക്വാളിറ്റി മാനേജർ മനസ്സിലാക്കുന്നു. അതാണ് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു വിടവ് എന്ന് പറഞ്ഞാൽ എന്താ? വിടവ് അല്ലെ. അപ്പൊ ആ ക്വാളിറ്റി കറക്റ്റ് ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതില് എവിടെയാണോ ഒരു ഫോൾട്ട് വന്നേക്കുന്നത് അല്ലെ, അത് എങ്ങനെ അനുസരിച്ചാ? ഹോസ്പിറ്റലിലെ പോളിസി പ്രൊസീജിയർ ഒക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെ എവിടെയാണ് ആ ഒരു ഗ്യാപ്പ് വന്നേക്കുന്നത് അല്ലെ, ക്വാളിറ്റിയുടെ ഒരു അഭാവം, ആ ഗുണമേന്മ നിലനിർത്തുന്നതിൽ ഒരു എന്താ പറയാ ഒരു അഭാവം അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വന്നേക്കുന്നത് എന്നൊക്കെ ഈ ക്വാളിറ്റി മാനേജർ വിലയിരുത്തുന്നു. അതാണ് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഹോസ്പിറ്റലിലുള്ള ഇൻചാർജ് ആയിട്ടുള്ള ആ ആളുകളുടെ ഇവിടെ സൂപ്പർവിഷൻ എന്ന് വെച്ചാൽ എന്താ? മേൽനോട്ടത്തില് അല്ലെ. ആ ഇൻചാർജ് ഉള്ള ആ ആളുടെ മേൽനോട്ടത്തില് പ്രവർത്തന
പദ്ധതി വികസിപ്പിക്കുക. ആക്ഷൻ പ്ലാൻ ഉണ്ടോ? ഡെവലപ്പ് ആക്ഷൻ പ്ലാൻ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ദ ഇൻചാർജ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഉണ്ടോ? ഹോസ്പിറ്റലിലെ ഇൻചാർജ് ഉള്ള ആളുടെ മേൽനോട്ടത്തില് ഈ ആക്ഷൻ പ്ലാൻ വികസിപ്പിക്കുക. ആൻഡ് മോണിറ്റർ, നിരീക്ഷിക്കുക, പാലനം അല്ലെ, എത്രത്തോളം അവര് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അവരവിടെ പാലിക്കുന്നുണ്ട് എന്നുള്ളത് നിരീക്ഷിക്കുക, മോണിറ്റർ ചെയ്യുക. മോണിറ്റർ കംപ്ലൈൻസ്. എന്താ ഗ്യാപ്പ് അനാലിസിസ് ചെയ്യുക ഇതാണ്. അതായത് എവിടെ ഏത് ഏരിയയിലാണ് അല്ലെ ഹോസ്പിറ്റലിലെ പോളിസി പ്രൊസീജിയർ ഒക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെ എവിടെയാണ് അവരൊരു എന്താ പറയുക ഒരു അഭാവം, ഒരു ഗ്യാപ്പ് അവിടെ വന്നേക്കുന്നത്, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഒരു ഗ്യാപ്പ് അവിടെ വന്നേക്കുന്നത് എവിടെയൊക്കെയാണെന്ന് ക്വാളിറ്റി മാനേജർ വിലയിരുത്തുന്നു. അതാണ് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ അത് കൂടാതെ എന്താ പറഞ്ഞേക്കണേ, ഒരു ഡെവലപ്പ് ആക്ഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്യുക. ആരുടെ മേൽനോട്ടത്തില്? ദ സൂപ്പർവിഷൻ ഓഫ് ദ ഇൻചാർജ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലുള്ള ആ ഇൻചാർജ് ഉള്ള ആളുടെ മേൽനോട്ടത്തില്, സൂപ്പർവിഷൻ മേൽനോട്ടത്തില് ആക്ഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, അവിടുത്തെ പാലന രീതികള് അല്ലെ, ഓരോ പ്രൊസീജിയറും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സും പാലിക്കുന്നത് മോണിറ്റർ ചെയ്യുകയും ചെയ്യുക. ഇനി അഞ്ചാമത്തെ പോയിന്റ് നോക്കിയാൽ facilitate conduct of meeting related to quality certification. ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുക. ഫെസിലിറ്റേറ്റ് എന്ന് വെച്ചാൽ സൗകര്യമൊരുക്കുക. അങ്ങനെയുള്ള മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക. ഓക്കെ, ഫെസിലിറ്റേറ്റ് കണ്ടക്ട് ഓഫ് മീറ്റിംഗ് ഉണ്ടോ? ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത് ക്വാളിറ്റി മാനേജർ ആണ്. പോയിന്റ് കിട്ടിയോ? ആറാമത്തത്. ഓക്കെ, ഫെസിലിറ്റേറ്റ് കണ്ടക്ട് ഓഫ് മീറ്റിംഗ് എന്തിനായിട്ടാണ്? റിലേറ്റഡ് ടു ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക. അടുത്ത ആറാമത്തെ പോയിന്റ് നോക്കിയേ, ensuring that the hospital meet all the regulatory complaints like BMW. ഇതാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, ബ്ലഡ് ബാങ്ക് ഓർ സ്റ്റോറേജ് ലൈസൻസ്, AERB അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്, റേഡിയോളജി പഠിച്ചതാണ് അതിന്റെ നമ്മൾ എക്സ്പാൻഡഡ് ഫോം ഒക്കെ അല്ലെ, റെഗുലേഷൻസ്, റേഡിയേഷൻ ലൈസൻസ് തുടങ്ങിയ കാര്യങ്ങള് അല്ലെ. അങ്ങനെയുള്ളത് എല്ലാം എന്ത് ചെയ്യുക, എല്ലാ കംപ്ലൈൻറ്റ്സ്, എല്ലാ പാലനങ്ങളും, കംപ്ലൈൻറ്റ്സ് വെച്ച് പാലിക്കുക. നിരന്തരമായിട്ടുള്ള പാലനങ്ങള് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, ബ്ലഡ് ബാങ്ക് ഓർ സ്റ്റോറേജ് ലൈസൻസ്, ഈ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്, അതിന്റെ റെഗുലേഷൻസ്, നിയന്ത്രണ രീതികള്, ഇതെല്ലാം പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത്, ഹോസ്പിറ്റൽ ഇതെല്ലാം പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ക്വാളിറ്റി മാനേജർ ആണ്. കണ്ടോ? എൻഷുറിംഗ് ദാറ്റ് ദ ഹോസ്പിറ്റൽ മീറ്റ് ഓൾ റെഗുലേറ്ററി കംപ്ലൈന്റ്സ്. അത്രയും മതി, അത്ര ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ മതി. ഹോസ്പിറ്റല് എല്ലാ തരത്തിലുള്ള നിയന്ത്രണ കാര്യങ്ങളും പാലിക്കുന്നുണ്ട് അല്ലെ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ക്വാളിറ്റി മാനേജർ ആണ്. നെക്സ്റ്റ് ഏഴാമത്തെ പോയിന്റ് നോക്കിയേ, കീപ് എ റെക്കോർഡ് ഓഫ് non functional devices and a timeline for its repair along with the AMC for all equipments. അതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. അവിടെ AMC ആനുവൽ മെയിൻ്റെനൻസ് കോൺട്രാക്ട് എക്സ്പാൻഡഡ് ഫോം അതിനകത്ത് ഒന്ന് നോട്ട് ചെയ്തോ. മറ്റേതും ഇതൊക്കെ ഉള്ളത് നമുക്ക് അറിയാവുന്നത് തന്നെയാ, അതുകൊണ്ട് ഞാൻ എഴുതാൻ പറയാത്തെ. ഇതൊന്ന് നോട്ട് ചെയ്തോ. ആനുവൽ ANNUAL annual maintenance 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 contract 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 annual maintenance contract.
നോക്കി എന്താ പറഞ്ഞിരിക്കുന്ന അവിടെ 7ാമത്തെ പോയിന്റിൽ കീപ് എ റെക്കോർഡ് ഓഫ് നോൺ ക്ലിനിക്കൽ നോൺ ഫങ്ഷണൽ ഡിവൈസസ് ആൻഡ് എ ടൈം ലൈൻ ഫോർ ഇറ്റ്സ് റിപ്പയർ അലോങ് വിത്ത് AMC ഫോർ ഓൾ എക്യുപ്മെന്റ്സ്. പ്രവർത്തനക്ഷമമല്ലാത്ത ഉപകരണങ്ങള്, അതാണ് പ്രവർത്തനക്ഷമമല്ലാത്ത ഉപകരണങ്ങളുടെ ആ റെക്കോർഡ്, അതിന്റെ അറ്റകുറ്റപ്പണികൾ റിപ്പയർ ചെയ്യാനുള്ള അതിന്റെ അറ്റകുറ്റപ്പണികൾക്കുള്ള സമയരേഖയും അതുപോലെ എല്ലാ എക്യുപ്മെന്റ്സും ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിനൊപ്പം തന്നെ സൂക്ഷിക്കുക. എല്ലാ റെക്കോർഡ്സും ഇപ്പൊ ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ഇവിടെ കംപ്ലൈന്റ് ഉള്ളത്, അതിന് റിപ്പയർ ചെയ്യുന്നു, അറ്റകുറ്റപ്പണികള് എത്ര ടൈം ആകും, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന് വരുന്ന എമൗണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ളതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ റെക്കോർഡും ഏതിന്റെ ഒപ്പം, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിനൊപ്പം തന്നെ സൂക്ഷിക്കുക. ഇനി അടുത്ത് നോക്കി 8ാമത്തെ പ്ലാനിംഗ് ആൻഡ് വർക്ക്ഔട്ട് മോഡലിറ്റീസ് ടുവേർഡ്സ് ദ അപ്ലിഫ്റ്റ്മെന്റ്, പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഓഫ് ദ എക്യുപ്മെന്റ്സ് ആൻഡ് വെഹിക്കിൾസ് ആൻഡ് മോഡറൈസേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. മോഡറൈസേഷൻ എന്ന് വെച്ചാൽ നവീകരണം. ഓക്കെ, എന്തൊക്കെയാ പറഞ്ഞേക്കുന്നേ? അപ്ലിഫ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ ഉയർത്തുക എന്നുള്ള കേട്ടോ, ഉന്നമനം. മോഡലിറ്റീസ് എന്ന് പറഞ്ഞാൽ രീതികള്. പ്ലാനിങ് ആൻഡ് വർക്ക്ഔട്ട് മോഡലിറ്റീസ്, രീതികള് ആസൂത്രണം ചെയ്യുകയും വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്യുക, നടപ്പിലാക്കുകയും ചെയ്യുക. എന്തൊക്കെയാണ് രീതികള്? എന്തിനുള്ളതാണ്? ടുവേഴ്സ് അപ്ലിഫ്റ്റ്മെന്റ്, അല്ലെ, ഉന്നമനത്തിനുള്ളത്, ഹോസ്പിറ്റലിലെ ഉന്നമനം അല്ലെങ്കിൽ പുരോഗതിക്ക് ഉള്ളത്. പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഓഫ് ദ എക്യുപ്മെന്റ്സിന്റെ ഉപകരണങ്ങളുടെ പ്രതിരോധ മെയിൻ്റനൻസ്, പ്രിവെന്റീവ് തടയുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഓഫ് ദ എക്യുപ്മെന്റ്സ് ആൻഡ് എക്യുപ്മെന്റ്സിന്റെയും വെഹിക്കിൾസിന്റെയും ഒക്കെ. Then and modernization of the ഹോസ്പിറ്റലിന്റെ നവീകരണം. ഇങ്ങനെയുള്ള കാര്യങ്ങള് പ്ലാൻ ചെയ്യുകയും അതിനുള്ള രീതികള് വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്യുക. അതൊക്കെ ആസൂത്രണം ചെയ്യേണ്ടതൊക്കെ ക്വാളിറ്റി മാനേജറിന്റെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വന്നതാണ്. പ്ലാനിങ് ആൻഡ് വർക്ക്ഔട്ട് മോഡലിറ്റീസ് ടുവേഴ്സ്, എന്തിനൊക്കെയുള്ള? ഹോസ്പിറ്റലിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഓഫ് ദ എക്യുപ്മെന്റ്സ് ആൻഡ് വെഹിക്കിൾസ്, പിന്നെ ഹോസ്പിറ്റലിന്റെ മോഡറൈസേഷൻ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള രീതികള് എന്തൊക്കെയാണെന്ന് പ്ലാൻ ചെയ്യുകയും അത് വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്യുക. ഇനി 9th പോയിന്റ് നോക്കിയാൽ ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് എഫക്റ്റീവ് ഗ്രീവിയൻസ് റിട്രസൽ സിസ്റ്റം ബോത്ത് ഫോർ എംപ്ലോയീസ് ആൻഡ് ദ പേഷ്യൻസ്. പേഷ്യൻസിനും എംപ്ലോയീസിനും വേണ്ടിയിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? പരാതി പരിഹാര സംവിധാനം. അതാണ് കേട്ടോ ഗ്രീവിയൻസ് റിട്രസൽ സിസ്റ്റം. ഗ്രീവിയൻസ് എന്ന് വെച്ചാൽ പരാതി പരിഹാര സംവിധാനം സ്ഥാപിക്കുക, ഫലപ്രദമാക്കുക. ആർക്ക് വേണ്ടിയിട്ടാ? ബോത്ത് ഫോർ ദ എംപ്ലോയീസ് ആൻഡ് പേഷ്യൻസ്. പേഷ്യൻസിനും ഉണ്ടാവും അല്ലെ, ഹോസ്പിറ്റലിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിലൊക്കെ എന്തെങ്കിലും പരാതികള് അല്ലെ, അങ്ങനെയുള്ളത്. അല്ലെങ്കിൽ എംപ്ലോയീസിനുണ്ടാവും, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇതൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പരാതികൾക്കുള്ള അതൊക്കെയാണ് എംപ്ലോയീസിനും പേഷ്യൻസിനും. ഫോർ ദ എംപ്ലോയീസ് ആൻഡ് പേഷ്യൻസ്, ഈ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്കും പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള പരാതി പരിഹാര സംവിധാനം ഫലപ്രദമാക്കുക. നെക്സ്റ്റ് നോക്കിയേ, സ്ട്രെങ്തൻ, ശക്തിപ്പെടുത്തുക. എന്തൊക്കെയാണ് നോക്കിയേ? ഹോസ്പിറ്റൽ MIS KPI ആൻഡ് റിപ്പോർട്ട് ആക്ഷൻസ് ടേക്ക് പ്ലേസ്. MIS എന്ന് വെച്ചാൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, വെരി ഗുഡ്. നീ ഇതിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. KPI എന്താ? KPI കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ കേട്ടോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ത് ചെയ്യുക? സ്ട്രെങ്തൻ ചെയ്യുക. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, ഇതൊക്കെ ശക്തിപ്പെടുത്തുക. ആൻഡ് റിപ്പോർട്ട് ആക്ഷൻസ് ടേക്കൺ. എന്താ? റിപ്പോർട്ട് ചെയ്തല്ലേ, അതിന് വേണ്ട സ്വീകരിച്ച നടപടികള് എന്ത് ചെയ്യുക? റിപ്പോർട്ട് ചെയ്യുക. അടുത്തത് 11th പോയിന്റ് നോക്കിയേ.
കോർഡിനേറ്റ് ഇൻ അസസിംഗ് അതോറിറ്റി. അതോറിറ്റിനെ വിലയിരുത്തുന്നത് ഏകോപിപ്പിക്കുക. കോർഡിനേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഏകോപിപ്പിക്കുക. കോർഡിനേറ്റ് ഇൻ അസസിംഗ് അതോറിറ്റി. അതോറിറ്റിനെ വിലയിരുത്തുന്നത് ഏകോപിപ്പിക്കുക. Then 12th point, ensure that the employees education on quality standards. കണ്ടോ, ഒരു ഗുണനിലവാരമുള്ള അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് മുൻനിർത്തിക്കൊണ്ട് തന്നെ എംപ്ലോയീസിന്റെ എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുക. എല്ലാ എംപ്ലോയീസിനും വേണ്ട എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുക. എങ്ങനെയാണ്? ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. തോന്നിയ രീതിയിലല്ല, നല്ലൊരു ഒരു ഗുണനിലവാരമുള്ള അല്ലെ ഗുണമേന്മയുള്ള മാനദണ്ഡങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ എംപ്ലോയീസിന്റെ എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുക. Last point നോക്കിയേ, റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് ഓർഗനൈസ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റി. ഹോസ്പിറ്റൽ കമ്മിറ്റി ഫ്രെയിം ചെയ്യുക, രൂപീകരിക്കുന്നതിനും ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുന്നതിനും ഉത്തരവാദിത്തമുണ്ട്. ആർക്ക്? ക്വാളിറ്റി മാനേജറിന് ഉത്തരവാദിത്തമുണ്ട്. റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ്, രൂപകൽപ്പന ചെയ്യുക അല്ലെ, രൂപീകരിക്കുക, ഫ്രെയിം ചെയ്യുന്നതിന്, ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക. എന്ത്? ഹോസ്പിറ്റൽ കമ്മിറ്റീസ്. ക്ലിയർ ആയില്ലേ? 13 പോയിന്റും. ഇത് ആരും ബൈഹാർട്ടൊന്നും ചെയ്യണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നമുക്ക് ഈ പോയിന്റ്സ് വായിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അല്ലെ, എല്ലാം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടു വരുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം ക്വാളിറ്റി മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണോ അല്ലയോ എന്നുള്ളതൊക്കെ. ഇത് അധികം സമയമെടുത്ത് പഠിക്കുകയും വേണ്ട കേട്ടോ. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ നിന്ന് ഫോർമുലാസ് തന്നെയാണ് കൂടുതൽ ചോദിക്കുന്നത്. ഇനി അഥവാ ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ എഴുതാൻ പാകത്തിന് ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. 1 or 2 പ്രാവശ്യം ഫോൺസുകൾ ഒന്ന് വായിച്ചു വെച്ചേക്കാം. അപ്പൊ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന ചാപ്റ്റർ ആണ് കേട്ടോ. 8ാമത്തെ ചാപ്റ്റർ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. 8ാമത്തെ ചാപ്റ്റർ അല്ലേ? പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്തിട്ടേ. അപ്പോഴത്തേക്കും ഞാനിവിടെ ഒന്ന് ഷെയർ ചെയ്യാം ചാപ്റ്റർ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ചാപ്റ്റർ 8. എളുപ്പമുള്ള ചാപ്റ്റർ. വലുതാണ്, പക്ഷെ നമുക്ക് മനസ്സിലാവാൻ നിങ്ങൾക്ക് കുറെയൊക്കെ അറിയാവുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത് വരുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടില്ലേ അല്ലേ? ഇപ്പൊ നമ്മളെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലേ? ഒന്ന് ഷെയർ ചെയ്തേക്കട്ടെ കേട്ടോ. ഓക്കെ, ഷെയർ ചെയ്തേക്കുന്ന ക്ലിയർ അല്ലേ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്താ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? കീർത്തന, നമ്മളിപ്പോ എല്ലാവരും തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് അല്ലേ? ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എടുക്കുന്നത്? ഇപ്പൊ എങ്ങനെയാ? ഹോസ്പിറ്റലിൽ പോയാണോ കൂടുതലും പേരുകള് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കാറ്? ആണോ? ഫോൺ വഴി ബുക്കിംഗ് ചെയ്ത് ഓൺലൈൻ ആയിട്ട് അല്ലേ? നമ്മളിപ്പോ അങ്ങനെയല്ലേ കൂടുതൽ ചെയ്യണത്. നേരത്തെ നമ്മൾ രാവിലെ തന്നെ പോണായിരുന്നു ചീട്ട് എടുക്കാനായിട്ട് അല്ലേ? അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പോയി കുത്തി നിന്ന് ക്യൂ നിന്ന് നമ്മൾ ചീട്ട് എടുത്ത് വരണം. എന്നിട്ടാണ് പിന്നെ ആ സമയത്തിന് പോണത്. ഇപ്പൊ നമുക്ക് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലേ? കുറച്ചും കൂടി ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. അപ്പൊ ഓൺലൈൻ ആയിട്ട് തന്നെ നമുക്കിന്ന് ബുക്ക് ചെയ്യാം. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്കൊരു അപ്പോയിന്റ്മെന്റ് എടുക്കണോ അല്ലേ? അപ്പോയിന്റ്മെന്റ് എടുക്കണമെങ്കിൽ നേരെ ഓൺലൈൻ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഇതിപ്പോ ഹോസ്പിറ്റലിലെ കേസ് മാത്രമല്ല, നമുക്കിപ്പോ നേരത്തെ നമുക്കൊരു ബില്ല് അടയ്ക്കാം. കറണ്ട് ബില്ല് അടയ്ക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി നിന്ന് ക്യൂ നിന്ന് അടയ്ക്കണം. ഇപ്പൊ വേണോ? ഓൺലൈൻ അല്ലേ? വാട്ടർ ബില്ല് അടയ്ക്കാം, കറണ്ട് ബില്ല് അടയ്ക്കാം. നിങ്ങൾക്ക് സിനിമ കാണാൻ പോണോ? നമുക്ക് ടിക്കറ്റ് അവിടെ തിയേറ്ററിൽ പോയി ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കാൻ ഇടണ്ട അല്ലേ? ഇപ്പൊ നമുക്ക് ബുക്ക് ചെയ്തിട്ട് പോകാം, സുഖാണ്. നമുക്കൊരു ബസ് എവിടെയെങ്കിലും ദൂരയാത്ര പോകണോ? നമുക്ക് എന്താ ബസ്സിൽ ടിക്കറ്റ് നേരത്തെ നമുക്ക് എല്ലാം ഓൺലൈനാണ്. ശരിയാ, ഞാൻ 2 പറഞ്ഞല്ലേ? ഇപ്പൊ എല്ലാരും ഓൺലൈനാണ്. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന പോലെ നേരത്തെ ഇങ്ങനെയുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഞങ്ങള് എന്താ പറയാ ഇങ്ങനെ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരാൻ പറ്റുമോ? നിങ്ങൾ ആ ക്ലാസ്സിലേക്ക് വന്നാൽ അങ്ങനെയല്ലേ നമ്മള്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ
വേണ്ട. നമ്മുടെ പിള്ളേര് തന്നെ കൊറോണയൊക്കെ വന്നപ്പോ അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റുമോ എന്ന് വെച്ചാൽ അവരുടെ ക്ലാസ് മുടങ്ങിയോ? അല്ലെ? അവർക്ക് ഇപ്പൊ ഓൺലൈൻ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലിരുന്ന് തന്നെ കമ്പ്യൂട്ടർ ഉള്ളവര് കമ്പ്യൂട്ടറിൽ കൂടെ, ഫോൺ ഉള്ളവര് ഫോണിൽ കൂടെ അവരുടെ ക്ലാസ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവർ അറ്റൻഡ് ചെയ്തു അല്ലെ? പണ്ടത്തെ സിസ്റ്റം ആണെങ്കിലോ 1 വർഷം സ്കൂൾ അടച്ചിടും, നമുക്ക് പിള്ളേരുടെ 1 വർഷം പോവുകയും ചെയ്യും, വീട്ടിലിരിക്കേണ്ടേ വരും അല്ലെ? എത്രയോ ടെക്നോളജി ഡെവലപ്പ് ചെയ്തു ഇപ്പൊ. നമുക്ക് ഈ ഒരു ഹോസ്പിറ്റലിൽ മാത്രമല്ല ഇപ്പൊ എല്ലാ തരത്തിലും അല്ലെ? അപ്പൊ അതെന്ന് പറഞ്ഞാൽ എന്താ പറയാ, അതുകൊണ്ട് നമ്മളിപ്പോ നമ്മളൊരു നമ്മൾ ഈ ഒരു ജനറേഷനിൽ നമുക്കിപ്പോ ഇതുപോലെ തന്നെ ഫോണിൽ കൂടെ തന്നെ നമുക്ക് പേയ്മെന്റ് ചെയ്യാം. കയ്യിൽ ആര് പൈസ കൊണ്ട് നടക്കണ്ട അല്ലെ? നേരത്തെ എപ്പോഴും ക്യാഷ് ഒക്കെ കൊണ്ടു നടക്കണമായിരുന്നു. ഇപ്പൊ ഫോൺ ഉണ്ടെങ്കിൽ മതി, നേരെ ജീപേ ചെയ്യാം അല്ലെ? ഒരുപാട് നമുക്ക് ഫെസിലിറ്റികൾ കൂടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഹോസ്പിറ്റലിലും അതെ ഒത്തിരി ഈ ഇൻഫർമേഷൻ ടെക്നോളജി, അതായത് ഡിജിറ്റൽ സിസ്റ്റം ആണ്. ഡിജിറ്റൽ ആയിട്ട്, അതായത് ആ കമ്പ്യൂട്ടർ ഒക്കെ ഉൾപ്പെടുത്തിയത് ഒരുപാട് അഡ്വാൻറ്റേജ് നമുക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ആണ് കേട്ടോ ഇവിടെ പറഞ്ഞേക്കുന്നത്. നോക്കിയേ, ചാപ്റ്റർ 8 ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ വിവര സംവിധാനം, ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക്, ഡിജിറ്റലൈസ്ഡ് സിസ്റ്റം ആണ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ. Hospital information system provides a general source of information about a patient health history and a doctor's scheduled timing. Hospital information system എന്താണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? A general source of information about a patient health history. പേഷ്യന്റിന്റെ ഹെൽത്ത് ഹിസ്റ്ററിയുടെ വിവരങ്ങള്. ആൻഡ് ഡോക്ടർ ഷെഡ്യൂളിംഗ് ടൈം, ഡോക്ടറിന് ടൈം ഷെഡ്യൂൾ ചെയ്യാന് അല്ലെ? അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു അപ്പോയിന്റ്മെന്റ് നമുക്ക് ബുക്ക് ചെയ്യണം, അപ്പൊ നമുക്ക് നേരെ ഓൺലൈനായിട്ട് അറിയാൻ പറ്റും അല്ലെ? ഇന്ന് എത്ര മണിക്കാണ് ഡോക്ടർ ഇരിക്കുന്നത്, ഏത് ഡോക്ടർ ആയിരിക്കും ഈ സെക്ഷനിൽ ഉള്ള ഡോക്ടർ, ഇതെല്ലാം നമുക്ക് ബുക്കിങ്ങിൽ നമുക്ക് അറിയാൻ പറ്റും അല്ലെ? അത് നോക്കി ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ ഒപിയുടെ ഈ ഡോക്ടർ ആയിരിക്കും. അവരുടെ ഷെഡ്യൂളിങ് അല്ലെ? ഷെഡ്യൂളിംഗ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. അതിനനുസരിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ആണെങ്കിൽ നമുക്ക് നേരെ ബുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ആ ടൈം ആകുമ്പോഴത്തേക്ക് പോയാൽ മതി അല്ലെ? അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള പേഷ്യന്റിന്റെ ഹെൽത്ത് ഹിസ്റ്ററി, ഡോക്ടേഴ്സിന്റെ ഷെഡ്യൂളിംഗ് ടൈം, ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, പൊതുവായിട്ടുള്ള ഇങ്ങനെയുള്ള വിവരങ്ങളുടെ ഒരു ജനറൽ സോഴ്സ്, പൊതുവായ ഉറവിടമാണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ബില്ലിംഗ് അടയ്ക്കണോ, ബില്ലിംഗ് ചെയ്യണോ അല്ലെ? റെക്കോർഡ് എടുക്കണോ, അപ്പോയിന്റ്മെന്റ് നമുക്ക് എടുക്കണോ, ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട്, ഇതെല്ലാം നമ്മുടെ കയ്യിലൊന്നും പേപ്പറായിട്ട് തരുന്നില്ല. ഇപ്പോ എല്ലാം കമ്പ്യൂട്ടറിലാണ്. നമ്മൾ നേരെ ലാബിൽ ചെല്ലുന്നു, അതിന്റെ റിസൾട്ട് ഇപ്പൊ സ്കാനിങ് ആണ്, ഈ സ്കാനിങ് പറയുന്നു, നേരെ നമ്മൾ പിന്നെ ഡോക്ടറിന്റെ അടുത്തേക്ക് ചെന്നാൽ മതി. നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഡോക്ടറിന്റെ സിസ്റ്റത്തിൽ എന്താ, അവിടെ സ്കാനിങ്ങിന്റെ റിസൾട്ട് അവിടെ വന്നു കഴിഞ്ഞു അല്ലെ? മറ്റേത് നമ്മുടെ ഷീറ്റ് അത് റിസൾട്ട് കിട്ടുന്നത് അറ്റ് ദ മൊമെന്റ്, വളരെ ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും അല്ലെ? പല കാര്യങ്ങളിലും നമുക്ക് ടൈം ലാഭിക്കാം. നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജുകൾ ഇത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ത് ചെയ്യുന്ന പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ടോ? അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് പോയിന്റില് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ ആരോഗ്യ ചരിത്രത്തെ കുറിച്ച്, ഹെൽത്ത് ഹിസ്റ്ററി, ഡോക്ടേഴ്സിന്റെ ഷെഡ്യൂളിംഗ് ടൈം എന്നിങ്ങനെയുള്ള പൊതുവായിട്ടുള്ള വിവരങ്ങളുടെ ഒരു ഉറവിടമാണ്. The system must keep the data in a secure place. ഇനി ഇതെങ്ങനെയാ? അപ്പൊ ഒന്നാമത്തെ ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. Dash provide a general source of information about a patient health history. HLS, Hospital Information System. First line underline ചെയ്തിടാം. ഇനി നോക്കിയേ, the system must keep the data in a secure place. ഇനി അവിടെ ഡേറ്റാസ് എങ്ങനെയാ? സെക്യൂർ ആയിരിക്കും, സുരക്ഷിതമായിരിക്കും അല്ലെ? ആ ഡേറ്റാസ് ആ സിസ്റ്റത്തില് വളരെ സെക്യൂർ ആയിട്ടും സുരക്ഷിതമായിട്ട് ഇരിക്കും. കൺട്രോൾ ഹു ക്യാൻ ഗെറ്റ് ദ ഡേറ്റ ഇൻ എ സർട്ടൻ സിറ്റുവേഷൻ അല്ലെ? ചില സാഹചര്യങ്ങള്, ചില സിറ്റുവേഷനില് ആർക്കൊക്കെയാണോ ആ ഡേറ്റാസ് വേണ്ടത് അല്ലെ,
അതിനെ കൺട്രോൾ ചെയ്യുന്നു. ആർക്കൊക്കെ സെക്യൂർ ആയിരിക്കും, അതായത് എന്താ പറഞ്ഞേക്കുന്നത് അവിടെ, നമുക്ക് ആർക്കൊക്കെയാണോ ആ ഡേറ്റാസ്, അല്ലെങ്കിൽ എപ്പോഴാണോ നമുക്കിപ്പോ നമ്മൾ ഇതിനകത്ത് നോക്കിയ ഡേറ്റാസ് ഒക്കെ ഫയല് ഫോൾഡറിലൊക്കെ ആക്കിയ വെക്കുന്നേ അല്ലേ, ഫോട്ടോസ് ഇപ്പൊ നമുക്കറിയാം നിങ്ങളുടെ സിസ്റ്റത്തിലാണെങ്കിലും ഓരോന്നും ഓരോ ഫയലും ഫോൾഡറിലാക്കി വെക്കും. നമുക്ക് ഏതാണോ ഓപ്പൺ ചെയ്യേണ്ടത് അത് മാത്രം നമുക്ക് ഓപ്പൺ ചെയ്താൽ മതി അല്ലെ, ഏത് ടൈമിലാണോ നമുക്ക് എടുക്കേണ്ടത് അല്ലെ, ഇതിനെയൊക്കെ നമുക്ക് എന്താ കമ്പ്യൂട്ടറിലൂടെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളാണെങ്കിലും ചെന്ന് നമ്മള് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ രജിസ്റ്റർ ചെയ്യാനാണെങ്കിൽ ഓൺലൈൻ ആണെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ചെന്ന് രജിസ്റ്റർ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ പെട്ടെന്ന് നമ്മുടെ MRD നമ്പർ പറയുമ്പോൾ തന്നെ അവര് സിസ്റ്റത്തിൽ അടിച്ചു നോക്കി കഴിയുമ്പോൾ നമ്മുടെ ആ ഹിസ്റ്ററി അല്ലേ, ആ പേഷ്യന്റ് പേര് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നേരെ വരും. പെട്ടെന്ന് തന്നെ നമുക്ക് അവർ ആ ഫയല് എടുത്തു തരികയും ചെയ്യും അല്ലേ. അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്. ഇപ്പൊ എന്താ പറഞ്ഞേക്കുന്ന അവിടെ, അപ്പൊ നമുക്ക് അത് വളരെ സെക്യൂർ ആണ്, സുരക്ഷിതമായിട്ടാണ് ഡേറ്റാസ് അവിടെ കീപ്പ് ചെയ്യുന്നത്. പിന്നെ ആർക്കൊക്കെ ഏതൊക്കെ സിറ്റുവേഷനിൽ ആ ഡേറ്റാസ് കൊടുക്കണം അല്ലെങ്കിൽ ഉള്ളതിനെ ഒക്കെ എന്താണ് കൺട്രോൾ ചെയ്തേക്കാണ്. Then hospital management information system is a computerized system. ഇതൊരു computerized system ആണ്. That can help in managing. ഇനി എന്തൊക്കെ കാര്യങ്ങളാ അവിടെ മാനേജ് ചെയ്യണത് അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. Hospital management information system is a computerized system. ഇതൊരു computerized system ആണ്. That helps in, എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നേ, in managing ക്ലിനിക്കൽ ചികിത്സാ സംബന്ധമായിട്ടുള്ള, ഫിനാൻഷ്യൽ സാമ്പത്തികമായിട്ടുള്ള, ഇപ്പൊ നമ്മൾ ബില്ല് കാര്യങ്ങളൊക്കെ അടയ്ക്കണമെങ്കിലും സെറ്റ് ചെയ്യണമെങ്കിലും പെട്ടെന്ന് തന്നെ അല്ലെ, പെട്ടെന്ന് തന്നെ നമ്മൾ ഓരോന്നിന്റെയും കണക്ക് കൂട്ടി ക്യാഷ് പെട്ടെന്ന് നമുക്കത് അറിയാൻ പറ്റും അല്ലെ. ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങള്, ലബോറട്ടറി നമ്മള് ഡയഗ്നോസിസ് ഒക്കെ ചെയ്യുമ്പോൾ ലാബിലെ ടെസ്റ്റ് റിസൾട്ട് കാര്യങ്ങള്, ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ്, ഫാർമസ്യൂട്ടിക്കൽ എക്സെട്ര, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെ എന്ത് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഇതൊക്കെ സെയിം തന്നെയാണ് കേട്ടോ, ഒരു ഇത് തന്നെ പറയുന്നത്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഇസ് എ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ദാറ്റ് ഹെൽപ്സ് ഇൻ മാനേജിങ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ കൈകാര്യം ചെയ്യുന്നേ, ക്ലിനിക്കൽ, ഫിനാൻഷ്യൽ, ലബോറട്ടറി, ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ്, ഫാർമസ്യൂട്ടിക്കൽ എക്സെട്ര, അങ്ങനെ കുറച്ച് ഓപ്പറേറ്റിംഗ് ഇൻ എ ഹോസ്പിറ്റൽ. അപ്പൊ ഇങ്ങനെ ഹോസ്പിറ്റലില് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുന്നു, മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അണ്ടർലൈൻ ചെയ്തു ആ സെന്റൻസ്. Okay, with the help of the hospital management information system, healthcare provider can concentrate more on providing quality health care to the patient. ഉണ്ടോ, അപ്പൊ ഇങ്ങനെയുള്ള ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെ ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനൊക്കെ എന്താ നല്ലൊരു ഗുണനിലവാരമുള്ള ഹെൽത്ത് കെയർ, പേഷ്യൻസിന് നല്ലൊരു ഗുണനിലവാരമുള്ള ഒരു എന്താ പറയാ ക്വാളിറ്റിയുള്ള ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു. ശരിയല്ലേ? എന്തെങ്കിലും ഇററുകൾ വന്നത് കുറവല്ലേ അവിടെ അല്ലേ? ഇറേഴ്സ് വരുന്നത് കുറവല്ലേ? ഇപ്പൊ ഡോക്ടർ ആണെങ്കിലും തന്നെ എന്താ പറയാ നേരെ ഇപ്പൊ പ്രിസ്ക്രിപ്ഷന്റെ കാര്യം തന്നെ പറഞ്ഞു അല്ലെ. ഇപ്പൊ നമ്മൾ ചെന്ന് ഡോക്ടറിനെ കാണാൻ ചെല്ലുമ്പോഴും ഡോക്ടർ നമ്മുടെ സിംറ്റംസ് ചോദിച്ചു അപ്പൊ തന്നെ ഒന്നില്ല ഡയറക്റ്റ് ഡോക്ടർ അവിടെ കമ്പ്യൂട്ടറിലേക്കാണ് ടൈപ്പ് ചെയ്യണത് അല്ലെ, എന്തൊക്കെയാണ് ഇവിടെ കൺസൾട്ടേഷന്റെ റിപ്പോർട്ട്, ഏതൊക്കെ മെഡിസിൻസ് ആണെന്നുള്ളത്, അല്ലെങ്കിൽ ഡോക്ടറിന്റെ PA അസിസ്റ്റന്റ് അവിടെ ടൈപ്പ് ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നതോടുകൂടി നമുക്ക് എന്താ പറയാ അവിടെ അധികം മിസ്റ്റേക്കുകളും ഒന്നും വരില്ല അല്ലെ. ഡയറക്റ്റ് സിസ്റ്റത്തിലേക്ക് നേരെ എന്ത് ചെയ്യുക, കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇങ്ങനെയുള്ള ഇപ്പൊ ഡയഗ്നോസിസിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെ, ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യത്തിലൊക്കെ ആണെങ്കിൽ പോലും ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെ പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ക്വാളിറ്റി, നല്ലൊരു ഗുണമേന്മയുള്ള ഒരു പരിചരണം നൽകാൻ കഴിയും.
എന്തിന്റെ സഹായത്തോടുകൂടി? HISന്റെ സഹായത്തോടുകൂടി, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ സഹായത്തോടുകൂടി ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്, പേഷ്യൻസിന് നല്ലൊരു ഗുണമേന്മയുള്ള, ഗുണനിലവാരമുള്ള ഹെൽത്ത് കെയർ നൽകാൻ കഴിയും. ക്ലിയർ ആയോ ആ പാരഗ്രാഫ്? Yes. അടുത്ത നോക്കിയേ, a hospital information system helps healthcare providers in designing their operation, including managing patient health records. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, അത് തന്നെ ഇവിടെ പറഞ്ഞേക്കുന്നേ. Hospital information system helps healthcare providers in designing. Designing എന്ന് വെച്ചാൽ എന്താ? ഡിസൈൻ ചെയ്യുക, രൂപകൽപ്പന ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, തയ്യാറാക്കുക. In their operation, അവരുടെ പ്രവർത്തനങ്ങള്. ഇൻക്ലൂഡിങ് ഏതൊക്കെയാണ്? മാനേജിംഗ് പേഷ്യന്റ് ഹെൽത്ത് റെക്കോർഡ്സ്, EMR, നോക്കിയേ, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡാണ് കേട്ടോ. അവിടെ ഒന്ന് എക്സ്പാൻഡഡ് ഫോം എഴുതി വെച്ചു. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്. EHR എന്ന് പറഞ്ഞ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. അപ്പൊ നോക്കിയേ എന്തൊക്കെയാ? അപ്പൊ ഈ ഒരു സിസ്റ്റത്തിലൂടെ, HISലൂടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. എന്താ? ആ പേഷ്യൻസിന്റെ ഹെൽത്ത് റെക്കോർഡ്സ് അല്ലെ. ഇപ്പൊ ഡോക്ടറിനെ കണ്ടു, നമ്മൾ ചെന്ന് കണ്ടു, നമ്മുടെ സിംറ്റംസ് പറഞ്ഞു, ഡോക്ടർ എന്താണോ പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്നത് അല്ലെ, ആ ഡോക്ടറിന് തന്നെ ആ പേഷ്യൻസിന്റെ ഹെൽത്ത് റെക്കോർഡ് മാനേജ് ചെയ്യാൻ പറ്റും അല്ലെ. ഡയറക്റ്റ് തന്നെ അദ്ദേഹത്തിന് തന്നെ ടൈപ്പ് ചെയ്യാം, ഇന്ന മരുന്നുകള്, ഇതാണ് രോഗം എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ഡോക്ടറിന് തന്നെ റെഡിയാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ്സുകള് അല്ലെ, അപ്പോയിന്റ്മെന്റ്, ബില്ലിങ്, ഡയഗ്നോസിസ് ആൻഡ് മച്ച് മോർ അല്ലെ. അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെ സഹായിക്കുന്നു. അതൊന്ന് എഴുതി വെച്ച് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ആദ്യത്തതും EMR എന്ന് പറഞ്ഞ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്, നിഷേധ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്. മറ്റത് ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, H എന്ന് പറഞ്ഞ ഹെൽത്ത് റെക്കോർഡ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളത് പേഷ്യൻസിന്റെ ഹെൽത്ത് റെക്കോർഡുകള്, അപ്പോയിന്റ്മെന്റുകള്, ബില്ലിങ്, ഡയഗ്നോസിസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് എന്താ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെ സഹായിക്കുന്നുണ്ട്. Then the major role of HIMS, Hospital Information Management System, in a short form ആട്ടോ പറയുള്ളൂ. HIMS is to record information on health events and verify the quality of the service at different levels of the health care. Okay. ഒരു ഹെൽത്ത് കെയർ സർവീസിന്റെ ഈ the major role അല്ലേ. ഓക്കെ, ഒരു എന്താ പറഞ്ഞ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ടു റെക്കോർഡ് ദ ഇൻഫർമേഷൻ. എന്തിനെ കുറിച്ച്? ഹെൽത്ത് ഇവന്റ്സ്, ആരോഗ്യ പരിപാടിയെ കുറിച്ചുള്ള, ആരോഗ്യ സംഭവങ്ങളുടെ വിവിധ തലങ്ങളിലെ സേവനങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നു. ഓക്കെ, ഡിഫറെന്റ് HIMS is to record the information on health events, ആരോഗ്യ സംഭവങ്ങള്, and then verify the quality of services at the different levels of the health care. ഒരു ഹെൽത്ത് കെയറിലെ നമുക്ക് ഒരു പലതരത്തിലുള്ള ഹെൽത്ത് ഇവന്റ്സ് ഉണ്ട്. അതായത് എന്താ, ഇപ്പൊ നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ എൻക്വയറിയിലേക്ക് ചെല്ലുന്നത്, റിസപ്ഷനിലേക്ക് ചെല്ലും അല്ലെ, അവിടെ ചെന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൺസൾട്ടേഷൻ ചെയ്യും. കൺസൾട്ടേഷൻ ചെയ്തിട്ട് ടെസ്റ്റുകൾ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യും. തിരിച്ച് നമ്മൾ വീണ്ടും ഡോക്ടറെ കാണും. ഡോക്ടറെ കണ്ടിട്ട് മെഡിസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഫാർമസിയിലേക്ക് പോകും. നെക്സ്റ്റ് എന്നിട്ട് ബില്ലിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ പോകും. അങ്ങനെ പല ഹെൽത്ത് ഇവന്റ്സ് ഉണ്ട് ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ. ഒറ്റയടിക്ക് തീരുന്ന കാര്യമല്ല അല്ലെ. നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പോൾ എൻക്വയറി, അല്ലെങ്കിൽ റിസപ്ഷൻ തുടങ്ങി നമ്മൾ ഓരോ പ്രൊസീജിയർ ഉണ്ട് അല്ലെ.
അല്ലാതെ ഡയറക്റ്റ് നേരെ ചെന്ന് ഡോക്ടറിനെ കണ്ടുപോരുമല്ല. അപ്പൊ അങ്ങനെ ആരോഗ്യ പരിപാടിയെ കുറിച്ചുള്ള പരിപാടിയുടെ പല തലങ്ങളെ ഡിഫറെന്റ് ലെവൽസ് അല്ലെ, പല തലങ്ങളിലുള്ള സേവനങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നു അല്ലെ, ഗുണനിലവാരം ഒക്കെ പരിശോധിക്കുന്നു. അത് എല്ലാ ഇതിലും നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. The importance of the patient evaluation is the part of concept of giving importance to the patient view in developing the quality of health service. അതെങ്ങനെ അനുസരിച്ചായിരിക്കും? അതെങ്ങനെയാ? അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം ടൈം ലാഗ് ചെയ്യുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലെ. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, നമ്മൾ അല്ലെങ്കിൽ ഒന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കണമെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് കുത്തിപ്പിടിച്ച് ചെന്ന് അവിടെ ക്യൂ നിന്നിട്ടൊക്കെ വേണം അപ്പോയിന്റ്മെന്റ് എടുക്കാൻ. ഇതിപ്പോ ഓൺലൈൻ ആയോടുകൂടി നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാം. ടൈം ലാഗ് ചെയ്യില്ല അല്ലെ. ഇപ്പൊ ബില്ലിംഗ് ആണെങ്കിൽ എല്ലാം കമ്പ്യൂട്ടറൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് ബില്ല് ക്ലിയർ ചെയ്ത് തരും. അല്ലെങ്കിൽ അവർ ഓരോ കണക്ക് കൈകൊണ്ട് എഴുതി കൂട്ടി വരുമ്പോ എത്ര സമയം വരും അല്ലെ. അപ്പൊ എല്ലാ സംഭവങ്ങളിലും എന്താണ് നമുക്ക് ഇത് വന്നോടുകൂടി ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡിജിറ്റൽ സിസ്റ്റം വന്നതോടുകൂടി തന്നെ പേഷ്യന്റിന്റെ എന്താ ഒരു വ്യൂ അല്ലെ, ആ പേഷ്യന്റിന്റെ കാഴ്ചപ്പാടുകള് നമുക്ക് പെട്ടെന്ന് ചെന്ന് മരുന്ന് മേടിച്ച് പോകാനെന്നല്ലേ നമ്മുടെ ഒരു ഇത് അല്ലെ. അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാണ്. അതിനനുസരിച്ച് തന്നെ നല്ലൊരു ക്വാളിറ്റി ഗുണമേന്മയുള്ള ഒരു ഹെൽത്ത് സർവീസ് കൊടുക്കാൻ പറ്റും. ഹെൽത്ത് സർവീസിന്റെ ക്വാളിറ്റി വികസിപ്പിക്കുന്നതിൽ പേഷ്യന്റിന്റെ ആ ഒരു വ്യൂവിന് പ്രാധാന്യം നൽകുന്നു. കണ്ടോ എന്താ കൊടുത്തേക്കുന്നേ? concept of giving importance to the patient view. പേഷ്യന്റിന്റെ ആ കാഴ്ചപ്പാടുകൾക്ക് അല്ലെ, അവർക്കുടെ വ്യൂ, നമ്മുടെ വ്യൂ, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഹെൽത്ത് സർവീസ് ഡെവലപ്പ് ചെയ്യുന്നു, വികസിപ്പിക്കുന്നു. അടുത്ത് നോക്കിയേ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പൊ അതിനകത്തെ ആ ഒരു പാരഗ്രാഫില് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഹെൽപ്പ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ ഡിസൈനിങ് ദെയർ ഓപ്പറേഷൻ ഇൻക്ലൂഡിങ് എന്തൊക്കെയാന്നുള്ളത്. പിന്നെ ആ എക്സ്പാൻഡഡ് ഫോംസ് നോട്ട് ചെയ്തിട്ടോ കേട്ടോ. പിന്നെ മേജർ റോൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ളത് അതൊന്നും നോക്കിക്കോട്ടോ. is to record the information of health event and verify the quality of services at different level of the health care. ഒരു ഹെൽത്ത് കെയറിന്റെ പല തരത്തിലുള്ള അല്ലെ, അതായത് ഇവിടെ എല്ലാം പറഞ്ഞേക്കുന്നത് അവിടെ ടൈം ലാഗ് ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റും. വിവിധ തലങ്ങളിലുള്ള ആ സേവനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു. പല തലങ്ങളും നമ്മൾ പറഞ്ഞില്ലേ, നമ്മളെ റിസപ്ഷൻ, അപ്പോയിന്റ്മെന്റ്, കൺസൾട്ടേഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞ ടെസ്റ്റ്, ഡോക്ടറെ കണ്ടു, പിന്നെ ഫാർമസിയിൽ മരുന്ന് കുറിച്ച്, അങ്ങനെ പല തലങ്ങളിലുള്ള സേവനങ്ങളുടെ ഗുണനിലവാരം എന്ത് ചെയ്യുന്നു? പരിശോധിക്കുന്നു അല്ലെ. അത് നല്ല ഒരു ക്വാളിറ്റി കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ എന്താ പറഞ്ഞേക്കുന്ന അവിടെ പേഷ്യന്റിന്റെ വ്യൂ അല്ലെ, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പേഷ്യന്റിന്റെ കാഴ്ചപ്പാടുകൾക്ക് അവരുടെ വ്യൂവിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി ഓഫ് ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് EMR ട്ടോ. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് EHR എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഇനി ഒരു കുഞ്ഞു പാരഗ്രാഫ് കൂടി നോക്കിയേ, പിന്നെ ആ ഒരു പിക്ചർ ആണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. നോക്കിയേ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബെനിഫിറ്റ്സ് ഇൻക്ലൂഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ത്രൂ ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടെ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബെനിഫിറ്റ്സ്. ബെനിഫിറ്റ് എന്താ? അതിന്റെ നമുക്ക് നേട്ടം എന്താ? ഇങ്ങനെ HIS ഹോസ്പിറ്റലില് നമ്മൾ അതിൽ ഡിജിറ്റൽ സിസ്റ്റം ആക്കിയത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? നോക്കിയേ, ഇൻക്ലൂഡ് ദി ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ എല്ലാ രീതിയിലും പേഷ്യന്റ് സംതൃപ്തരല്ലേ അല്ലെ. എല്ലാം പെട്ടെന്ന് നമുക്ക് ചെയ്ത് കിട്ടും അല്ലെ. നമ്മുടെ ആ ഒരു വ്യൂ അനുസരിച്ച്, നമ്മുടെ ഈ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇററുകളൊന്നും വരില്ല അല്ലെ, മിസ്റ്റേക്ക് ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ലൊരു എന്താ പറയാ നമുക്കൊരു നല്ലൊരു സംതൃപ്തി കിട്ടുന്നു. ത്രൂ ഏതികൂടെ? ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെ. നല്ലൊരു കമ്മ്യൂണിക്കേഷനിലൂടെ തന്നെ നമുക്ക് പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. അതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഗ്രേറ്റർ പ്രൊവൈഡർ സെൻസിറ്റിവിറ്റി ടു the patient. അതിന്റെ ഒപ്പം തന്നെ പറയുന്നുണ്ട് കേട്ടോ, സാറ്റിസ്ഫാക്ഷൻ
The improving patient satisfaction through improved communication. ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആണ് പേഷ്യന്റും സ്റ്റാഫും തമ്മിൽ അല്ലെ ഉള്ളൊരു, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പേഷ്യൻസുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷനിലൂടെ തന്നെ, പിന്നെ പേഷ്യന്റിനോട് ഗ്രേറ്റർ പ്രൊവൈഡർ സെൻസിറ്റിവിറ്റി ടുവേഴ്സ് ദ പേഷ്യന്റ്, എന്താ പറഞ്ഞേക്കുന്ന പേഷ്യന്റിനോടുള്ള പ്രൊവൈഡേഴ്സിന്റെ ഒരു സംവേദനക്ഷമത. Then improved community awareness about the quality of services, മെച്ചപ്പെട്ട ഒരു സമൂഹ അവബോധം. Then and overall better use of services in health care system. മൊത്തത്തില് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള മികച്ച ഉപയോഗം അല്ലെ, ഇങ്ങനെയുള്ള എല്ലാ രീതിയിലും പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. അതാണ് എന്താ പറയാ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അല്ലെ, നമുക്ക് സമയം ലാഭിക്കാം, നമുക്ക് പിന്നെ തെറ്റുകൾ വരില്ല, ഇറർ ഫ്രീ ആണ് അല്ലെ, ഒരു മിസ്റ്റേക്കും ഇല്ല. നമ്മൾ കയ്യിൽ കണക്കൂട്ടിയൊക്കെ എടുക്കുമ്പോൾ വല്ല തെറ്റുകൾ വരാം, റിപ്പോർട്ടിൽ വല്ല ഇത് വരാം, ഡോക്ടർ എഴുതുന്നതിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇത് വരാം അല്ലെ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാം. ഇതിപ്പോ എല്ലാം ഡിജിറ്റലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇററുകൾ കുറയ്ക്കാൻ പറ്റും, നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും, നമ്മൾ അതുകൊണ്ട് തന്നെ നല്ല സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ, നല്ല സംതൃപ്തരായിരിക്കും. അങ്ങനെ നമ്മുടെ പേഷ്യൻസിന്റെ അല്ലെ, പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് ഒരു ബെനിഫിറ്റ് തന്നെയാണ്. ബാക്കിത്തെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇത്രയൊന്ന് വായിച്ചു വെക്കാം കേട്ടോ. ഒരുവിധമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, എങ്കിലും ഒന്ന് വായിച്ചു വെച്ചേക്കാം. ഓക്കെ, താങ്ക് യു.